സ്ഥാനമൊഴിയുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വിമർശിച്ച് CPIM നേതാക്കൾ. ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയതെല്ലാം സംഘപരിവാർ ആശയങ്ങളെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പുതിയ ഗവർണർ ഭരണഘടനയനുസരിച്ച് പ്രവർത്തിക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഗവർണർക്ക് ദീർഘായുസ്സും നല്ല ബുദ്ധിയും ഉണ്ടാകട്ടെയെന്നായിരുന്നു CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന്റെ പരിഹാസം. CPIMന് ആരിഫ് മുഹമ്മദ് ഖാനോട് വൈരാഗ്യമെന്നായിരുന്നു K സുരേന്ദ്രന്റെ മറുപടി. ഗവർണറെ സംബന്ധിച്ച് നമ്മുടെ ഗവർണർ പോയിരിക്കുകയാണ്, മാറ്റിയിരിക്കുകയാണ്. മാറ്റം ചില പത്രങ്ങൾ, മാധ്യമങ്ങൾ വലിയ ആഘോഷമാക്കിയിട്ടുണ്ട്. പുതിയ ഗവർണർ വന്നിരിക്കുന്നു. അപ്പോൾ BJP ആണ് നോമിനേറ്റ് ചെയ്യുന്നത്. പരമ്പരാഗത RSS BJP സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഗവർണറെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് വരുന്ന ഒരു ഗവർണറെ പറ്റി മുൻകൂട്ടി അദ്ദേഹം ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്നൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഭരണഘടനാപരമായി പ്രവർത്തിക്കണം. തികച്ചും ശരിയായ നിലയിൽ ഒരു മുൻവിധിയുമില്ലാതെ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഗവൺമെന്റ് പാസാക്കുന്ന നിയമങ്ങളും നിയമനിർമ്മാണത്തിന് ആവശ്യമായ സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുന്ന ഒരു ഗവർണറെയാണ് ഈ കേരളം മുഴുവൻ ഇതുവരെ കണ്ടത്. അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇപ്പോഴത്തെ ഉണ്ടായിരുന്ന ഗവർണർ. അത് മാറി ശരിയായ രീതിയിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിച്ചു പോകുന്ന ഒരു സമീപനത്തിലേക്ക് ഗവർണർ എത്തണം. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊരു മുൻവിധിയുമില്ല. ഗവർണറുടെ കാലാവധി കഴിഞ്ഞത് സെപ്റ്റംബർ 5-നാണ്. എന്തായാലും അദ്ദേഹത്തിന് ദീർഘായുസ്സും നല്ല ബുദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ കാട്ടിയതുപോലെ തന്നെ അദ്ദേഹം ബീഹാറിലും അദ്ദേഹത്തിൻ്റെ പ്രത്യേക കഴിവുകൾ ഉപയോഗിക്കുമെന്നും ആശിക്കുന്നു. കേരളം കണ്ട 24 ഗവർണർമാരിൽ എന്തുകൊണ്ടും വിഭിന്നനാണ്, വ്യത്യസ്തനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ആരിഫ് ഖാൻ. ഗവർണർ പോകുന്നതിലാകെ വിഷമത ഉണ്ടാകാവുന്ന BJPക്കാണ്, പിന്നെ കോൺഗ്രസിലെ ചിലർക്കും, തിരുവഞ്ചൂരിനെ പോലുള്ള ആൾക്കാർക്കും. ഇക്ബാൽ അറക്കൽ ചേരുന്നു നമുക്കൊപ്പം. ഇക്ബാൽ അറക്കൽ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായി പോകുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. എങ്ങനെ, സമ്മിശ്രമാണോ? സുജിയ, സ്ഥാനമൊഴിയുമ്പോഴും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് CPM ഉയർത്തുന്നത്. ഭരണഘടനാ വിരുദ്ധമായി സംഘപരിവാറിന്റെ ആശയങ്ങൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്തുനിന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഗവർണറെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്. മറിച്ച് AK ബാലന്റെ പ്രതികരണം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പൂർണ്ണമായും പരിഹസിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം തുടങ്ങിയത്. അദ്ദേഹത്തിന് ദീർഘായുസ് ഉണ്ടാവുന്നതിനോടൊപ്പം തന്നെ നല്ല ബുദ്ധി ഉണ്ടാവണം എന്നൊരു രീതിയിലുള്ള ഒരു പരിഹാസം AK ബാലൻ ഉയർത്തുകയായിരുന്നു. കേരളത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഗവർണർമാരിൽ നിന്നെല്ലാം വ്യത്യസ്തമായുള്ള പ്രവർത്തനങ്ങളായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അസംബ്ലി ചേരാൻ പോലും വിസമ്മതിക്കുന്ന, നയപ്രഖ്യാപനം വായിക്കാത്തൊരു ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ മാറുകയായിരുന്നു. അകാരണമായി സർക്കാർ നിർമ്മിക്കുന്ന ബില്ലുകളെല്ലാം തടഞ്ഞു വെക്കുകയും സമരം ചെയ്യുന്ന ആളുകളെല്ലാം ക്രിമിനൽ എന്ന് വിളിക്കുകയും അതിനോടൊപ്പം തന്നെ BJP നോമിനികളെ സെനറ്റിൽ നിയമിക്കുക മാത്രമാണ്. അങ്ങനെ പൂർണ്ണമായും സർക്കാർ വിരുദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ കേരളത്തിന് ജനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ് AK ബാലൻ പറയുന്നത്. കേരളത്തിലെ ജനങ്ങളോട് അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ നീതി പുലർത്താൻ കഴിയുമെങ്കിൽ അത് ഇപ്പോൾ കേരളത്തിൽ നടപ്പാക്കിയ എല്ലാ കാര്യങ്ങളും അത് ബീഹാറിലും കൂടി ചെയ്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് നീതിപൂർവ്വമായി പ്രവർത്തിക്കണമെന്നാണ് AK ബാലൻ ഗവർണറെ. തീർച്ചയായും ഇക്ബാൽ അറക്കലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിലേക്ക് പോകുമ്പോഴും വിടുന്നില്ല CPIM. തിരിച്ചെത്താം.